ചേച്ചിയല്ലേ മറ്റേ SPB സാറിന്റെ ഒക്കെ ഒപ്പം പാട്ടൊക്കെ പാടിയിട്ടുള്ളത്? അതെ. ഇപ്പോ സംഗീതം നോക്കുന്നില്ലേ? തണുത്ത വെള്ളമാണോ കുടിക്കുന്നത്? സംഗീതം നോക്കുന്നില്ലേ? തണുത്ത വെള്ളം. അല്ല, ഞാൻ ഇത്തിരി ചൂടുള്ള ഒരാളാ, ഭയങ്കരമായിട്ട് വേർക്കുന്ന ടൈപ്പാ, അപ്പൊ ഭയങ്കര ഹോട്ടാണ്. ഭയങ്കര ഹോട്ടാണെന്നല്ല, അപ്പൊ ഞാനേ തണുത്ത വെള്ളം അതുകൊണ്ട് കുടിക്കണതാ. ഈ സംഗീതം അഭ്യസിക്കുന്നവർക്ക്, പാട്ട് പാടുന്നവർക്കൊക്കെ തണുത്ത വെള്ളം, ഐസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കരുതെന്ന് ഗാനഗന്ധർവൻ യേശുദാസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായും ശരിക്കും അതൊക്കെ വേണോ? കാരണം SPB സാറടക്കം ഐസ്ക്രീം ഒക്കെ കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതില് അതൊക്കെ വേണം. നമ്മൾ ഒരു കാര്യം, ഒരു സാധകം ചെയ്യുന്ന അല്ലെങ്കിൽ സാധന ചെയ്യുമ്പോ ഉണ്ടാവുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളില്ലേ, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ള കുറച്ചും കൂടി ഒരു നന്നായിട്ട് നമ്മൾ വരും. പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയുടെയും വ്യത്യാസമുണ്ട്. ചിലർക്ക് തൈര് കുടിച്ചാൽ പെട്ടെന്ന് തൊണ്ട അടയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. ഞാൻ അങ്ങനത്തെ ടൈപ്പല്ല. ഞാനിപ്പോ ഒരു നേരം ഒരു തണുത്ത വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തൊണ്ടേനെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നത്. പക്ഷെ തണുത്ത വെള്ളം കുടിക്കുന്നത് ശരിയല്ല, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ശരീരപ്രകൃതി, ഇപ്പൊ നമ്മൾ ഓരോ റീജിയനിൽ താമസിക്കുന്നവർക്ക് ഓരോ രീതി ആയിരിക്കുമല്ലോ. ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതിയും തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതി തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെ എനിക്കിത് അങ്ങനെ പ്രശ്നം പറ്റാറില്ല. പക്ഷെ വല്ലാണ്ട് തണുപ്പൊക്കെ കുടിക്കുമ്പോ പിന്നെ സീരിയലുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോ അഭിനയം എങ്ങനെയാണ് ഒരു താല്പര്യമായിട്ട് വന്നത്? ഞാൻ ആദ്യം എന്റെ മൂവി തന്മാത്രയാണ്. ഞാനൊരു 17 പടം അഭിനയിച്ചിട്ടുണ്ട്. തന്മാത്ര ബ്ലസ്സിയാണ് എന്നെ ചലച്ചിത്ര രംഗത്തേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നത്. ബ്ലസ്സിയാണ്. അദ്ദേഹമാണ് എന്നെ കണ്ടെത്തി എന്നെ കൺവിൻസ് ചെയ്യിച്ചിട്ട് അഭിനയിപ്പിച്ചത്. ഞാൻ സത്യം പറഞ്ഞ ഒരു സിംഗറാണ്, ഒരു പ്ലേബാക്ക് സിംഗറാണ്, പാട്ടുകാരിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ബ്ലസ്സിയാണ് പറഞ്ഞത് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്നുള്ളൊരു രീതിയിൽ. ഇപ്പോ ചേച്ചിനെ ഒരുപാട് പേർക്ക് അറിയാം, സീരിയൽ ഓഡിയൻസിനായാലും ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമ കണ്ട ആൾക്കാർക്കും പിന്നെ പാട്ട് കേട്ടവർക്കൊക്കെ അറിയാം. എങ്കിലും ചേച്ചിനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്റെ പേര് മനീഷ KS. ഞാനൊരു പാട്ടുകാരിയാണ്, ഞാനൊരു അഭിനേത്രിയാണ്, ഞാനൊരു റേഡിയോ ജോക്കി ആയിരുന്നു, ഞാനൊരു ആങ്കറാണ്. കുറെ കാര്യങ്ങൾ വരയ്ക്കും, പാടും ഒക്കെ ചെയ്യും, എഴുതും ഒക്കെ ചെയ്യും. ഇപ്പൊ പ്രസന്റ്ലി ഞാൻ ഏഷ്യാനെറ്റിലെ മഴതോരും മുൻപേ എന്ന് പറഞ്ഞൊരു സീരിയല് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഗ്രേസമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ. ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ ഇന്ന്, അതായത് ജാനുവരി 23 നമ്മുടെ വനിതാ വിനീതയില് നാദിർ ഷാ സംവിധാനം ചെയ്തിറക്കിയ മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ നല്ലൊരു വേഷം, ഒരു മുഴുനീള കഥാപാത്രം ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും.